ഇപ്പോൾ നമ്മളോടൊപ്പം സച്ചിൻ വീണ്ടും പുത്തുമലയിൽ നിന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ അല്പസമയത്തിനകം അവിടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ എത്തും. 8 മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ സംസ്കരിക്കപ്പെടാൻ പോകുന്നത് എന്നാണല്ലോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ 8 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം അവിടെ എത്തും. ആരാണെന്നറിയാത്ത ആ മുണ്ടക്കൈക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ പുഞ്ചിരി മട്ടത്തിലെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ വെള്ളാർമലയിലുള്ളവരാകാം, അതുമല്ലെങ്കിൽ ചൂരൽമലയിലുള്ളവരാകാം, അതുമാകാതിരിക്കാം. ചിലപ്പോൾ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആകാം, അന്യസംസ്ഥാനത്തു നിന്നുള്ള ആരെങ്കിലും ആകാം അത്. എന്നാൽ പോലും നമുക്ക് അവരെ യാത്രയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത്. മണ്ണിലേക്കുള്ള ആ മടക്കം അവിടെയാണ്. ആ 64 സെൻറ്റിലെ 6 അടി മണ്ണിൽ ആണ് അവർ ഇനി ഉറങ്ങാൻ പോകുന്നത്. സച്ചിൻ, എന്താണ് ഇപ്പോൾ അവിടെ? ലാൽ, തീർച്ചയായും ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, OR കേളു, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ തുടങ്ങി 4 മന്ത്രിമാരും ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി പുത്തുമലയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പുത്തുമലയിൽ എത്തിയിട്ടുണ്ട്. ഈ 8 മൃതദേഹങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം ചില നിബന്ധനകളും മാനദണ്ഡങ്ങളൊക്കെ ഉള്ളതിനാലാണ് ഇത്തരത്തിലുള്ള സമയം വൈകിയത് എന്ന് നേരത്തെ കൈരളി ന്യൂസുമായി K രാജനും അതുപോലെ തന്നെ OR കേളു എന്നീ മന്ത്രിമാർ കൈരളി ന്യൂസുമായി പങ്കുവച്ചിരുന്നു. നിലവിൽ 8 മൃതദേഹങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മൃതദേഹങ്ങളാണ് ഇന്ന് അവസാനമായി ഇവിടെ സംസ്കാരത്തിനായി എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എന്നാൽ അതിൽ ചാലിയാറിൽ നിന്നും ലഭിച്ച മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് നേരത്തെ മന്ത്രി K രാജൻ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ ഇപ്പോൾ 8 മൃതദേഹങ്ങൾ പുത്തുമലയിലെത്തും. ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാൻ എത്തിയവരോട് നിർദ്ദേശവും നൽകി കഴിഞ്ഞു. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രദേശവാസികളുടെ വലിയ രീതിയിലുള്ളൊരു സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. ആർക്കും അറിയാത്ത രീതിയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാൻ കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഉറ്റവരായ ബന്ധുക്കളെ നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഇവിടെ ഈ ദുരന്തമുഖത്ത് സങ്കടകരമായ മുഖവുമായി ഇവിടെ എത്തിച്ചേർന്നത്. ഈ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ആരുടേതെങ്കിലും ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിനാൽ തന്നെ സങ്കടാത്മകമായ ഒരു രംഗം തന്നെയാണ് ഇവിടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള എല്ലാ പൂർണ്ണ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സന്നദ്ധ സേവകരായ 100ഓളം പ്രവർത്തകർ PPE കിറ്റ് അടക്കം ധരിച്ച്, മാസ്കും PPE കിറ്റ് അടക്കം ധരിച്ച് ഇവിടെ മൃതദേഹ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾക്കായി പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സർവമത പ്രാർത്ഥനയോടും കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിൽ വിവിധ മതത്തിൽപ്പെട്ട മതനേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇതിന് കാർമ്മികത്വം വഹിക്കും. 3 മതവിഭാഗത്തിലും പെട്ട 3 മതനേതാക്കളാണ് ഇവിടെ ഈ സർവമത പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിക്കുക. മാത്രമല്ല, കേരളത്തിൻ്റെ 4 മന്ത്രിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ TCDക്ക് MLAയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് പൂർണ്ണമായ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് സംസ്കാരം നടക്കുന്നത്.